സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്യാജ പ്രചാരണങ്ങളും വരുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകും. വിശ്വസിക്കുന്ന രീതിയിലാണ് കഥ മെനഞ്ഞ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാപ്സൂളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വ്യാജം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ അതിൻ്റെ വസ്തുത പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 37 ദിവസം മുമ്പ് തകർന്ന കെട്ടിടത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ ലഭിച്ചു എന്ന രീതിയിൽ ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ, അതായത് 37 ദിവസം ഈ കുഞ്ഞ് കൂനകൾക്ക് അടിയിൽ കിടന്നോ, ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെട്ട വീഡിയോകളും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. അതിനിടയിലാണ് 37 ദിവസം തകർന്ന കെട്ടിടത്തിനടിയിൽ കിടന്നിട്ടും രക്ഷപ്പെട്ട കുഞ്ഞ് എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. 37 ദിവസത്തിന് ശേഷം തകർന്ന കെട്ടിടത്തിനടിയിൽ നിന്നും പിഞ്ചുകുട്ടിയെ ജീവനോടെ പുറത്തെടുത്തപ്പോൾ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ സന്തോഷം കണ്ടോളൂ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നിങ്ങനെയുള്ള തലക്കെട്ടുകൾ നൽകിയാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നത്. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ നൂഹ് അൽ ഷക്നബി എന്ന ഗസയിലെ ഫോട്ടോഗ്രാഫറുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രചരിക്കുന്ന വീഡിയോ നവംബർ 27 പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി. പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് അറബിയിൽ നൽകിയ വിശദീകരണത്തിൽ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 3 മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ പുറത്തെടുത്തു എന്ന് പറയുന്നുണ്ട്. കെട്ടിടത്തിനടിയിൽ 37 ദിവസം അകപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു സൂചനകളും നൂഹ് വിശദീകരണത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞാണ് എന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്കൊപ്പം നൂഹ് കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ഫോട്ടോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിലും 37 ദിവസത്തിന് ശേഷം കണ്ടുകിട്ടിയ കുഞ്ഞ് എന്ന തരത്തിലുള്ള സൂചനകളൊന്നും നൽകിയിട്ടില്ല. 37 ദിവസം കെട്ടിടത്തിനടിയിൽ കിടന്ന കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 3 മണിക്കൂർ കൊണ്ട് കുട്ടിയെ രക്ഷിച്ചു എന്ന് ദൃക്സാക്ഷിയായ ഫോട്ടോഗ്രാഫറിന്റെ പോസ്റ്റിൽ നിന്നും വ്യക്തമാണ്. വീഡിയോയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ട് നൽകി പ്രചരിപ്പിച്ചതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. എന്തായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായില്ല. വിജയൻ പറയുന്നു കമലാക്ഷി അമ്മയ്ക്ക് നല്ല ആയുസ്സുണ്ട്. നേരത്തെ ചതുപ്പിൽ വീണെന്ന് പറഞ്ഞ ആ അമ്മച്ചിയെക്കുറിച്ചാണ്. ദൈവം കാത്തു എന്നാണ് പറയുന്നത്. ഒരു യൂട്യൂബ് സന്ദേശം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രതികരണ വിധി അവസാനിപ്പിക്കാം. അമൽ വിജയകുമാരപിള്ള പറയുന്നു, ഡിസംബർ മുതൽ കേരളത്തിൽ കോവിഡ് വ്യാപനം കൂടാൻ സാധ്യത, അതുവരെ മുൻകരുതൽ മതി. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം ഈ കോവിഡ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് പടിക്ക് അപ്പുറത്ത് നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് അതിൻ്റെ വ്യാപനം കൂടും. ഇപ്പോൾ എന്തായാലും അതിന് നിയന്ത്രണ വിധേയമാണ്. കേരളത്തിലെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ കോവിഡ് പനി വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒമിക്രോണിൻ്റെ വകഭേദമാണ്. പക്ഷേ കോവിഡ് നിയന്ത്രണ വിധേയമാണ് എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതോടെ ഈ പ്രതികരണ വേദി അവസാനിക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.